കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ തന്റേതായ നിലപാടുകൾ കൊണ്ട് എപ്പോഴും വാർത്തകളിൽ നിറയുന്ന വ്യക്തിത്വമാണ് ബിഗ് ബോസ് വിജയും സംവിധായകനുമായ അഖിൽ മാരാർ. ചലച്ചിത്ര മേഖലയിലെ വിവാദങ്ങൾ മുതൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം വരെ നീളുന്ന അഖിലിന്റെ യാത്ര ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ പിന്തുണച്ചത് മുതൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. അഖിൽ മാരാർ എന്ന പേര് മലയാളി പ്രേക്ഷകർക്കിടയിൽ സജീവമായത് മുതൽക്കേ അദ്ദേഹം നേരിടുന്ന പ്രധാന ആക്ഷേപമാണ് ദിലീപ് അനുകൂലി എന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിന് തുടക്കം മുതൽ ദിലീപിന് വേണ്ടി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ആവർത്തിക്കുകയും ചെയ്ത അഖിൽ വിധി വന്നതിന് പിന്നാലെ ദിലീപിനെ നേരിൽ കണ്ട് സ്നേഹം പങ്കിട്ടിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് പുതിയ ആരോപണങ്ങളുടെ പരമ്പര ആരംഭിച്ചത്. ദിലീപിനെ പിന്തുണച്ചതിന് പ്രതിഫലമായി അഖിലിന് 7 കോടി രൂപ ലഭിച്ചു എന്നതായിരുന്നു ഏറ്റവും പുതിയ ആരോപണം. എന്നാൽ ഇതിനെതിരെ അഖിൽ മാരാർ നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ളതായിരുന്നു. ദിലീപ് എനിക്ക് 100 രൂപയെങ്കിലും തന്നിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ഏത് പണിയും എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം ഉയർത്തിയത്. വെറും പണത്തിന് വേണ്ടിയല്ല, മറിച്ച് തന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ പിന്തുണയ്ക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ വ്യാജ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞതോടെ അയാൾ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് അപേക്ഷിച്ച സംഭവം അഖിൽ തുറന്നു പറഞ്ഞു. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്ന് തൃക്കാക്കരയിലേതാണ്. ഇവിടെ 2020 പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി NDA മുന്നണിയുടെ ഭാഗമായാണ് അഖിൽ മാരാർ മത്സരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പരീക്ഷണമാണ്. കിഴക്കമ്പലം മോഡൽ വികസനവും മോദി സർക്കാരിന്റെ വികസന നയങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടാണ് അഖിൽ ജനവിധി തേടുന്നത്. 2020 ആരെയും പറഞ്ഞു പറ്റിക്കുന്ന പ്രസ്ഥാനമല്ലെന്ന് അഖിൽ അവകാശപ്പെടുന്നു. കിഴക്കമ്പലത്തും മറ്റ് 4 പഞ്ചായത്തുകളിലും അവർ നടപ്പിലാക്കിയ അഴിമതിരഹിതവും ജനക്ഷേമപരവുമായ പ്രവർത്തനങ്ങൾ തൃക്കാക്കരയിലും നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ വഞ്ചിക്കുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ വികസനം സാധ്യമാകുന്ന ഒരു ബദൽ രാഷ്ട്രീയമാണ് താൻ മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ രാജ്യത്തെ വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ചും അഖിൽ മാരാർ തന്റെ നിരീക്ഷണം പങ്കുവച്ചു. BJP മുസ്ലിം സമുദായം തമ്മിലുള്ള അകൽച്ച മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. കേരളത്തിൽ കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം വോട്ടുകൾ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ BJP അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾ ഇല്ലാതാകുമെന്ന ഭീതി അവർ ബോധ്യപൂർവ്വം വളർത്തുന്നു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളായ ഗോവ, മണിപ്പൂർ, മേഘാലയ എന്നിവിടങ്ങളിൽ BJP ഭരിക്കുന്നത് ചൂണ്ടിക്കാട്ടി അവിടെയൊന്നും ഒരു വിഭാഗത്തെ മാട്ടിപ്പായിച്ചിട്ടില്ലെന്ന് അഖിൽ വാദിക്കുന്നു. മോദിയുടെ ഭരണത്തിൽ ഒരു മുസൽമാനും ഈ രാജ്യം വിട്ടുപോകേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയപരമായ ഭിന്നതയേക്കാൾ ഉപരിയായി പ്രാദേശികമായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ചാണ് പലപ്പോഴും BJP വിരുദ്ധ വികാരം സൃഷ്ടിക്കപ്പെടുന്നത്. സർക്കാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പിന്തുണയ്ക്കുന്ന തന്റെ നിലപാടുകൾ മുൻപ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും തന്റെ ശരികളിൽ ഉറച്ചു നിൽക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അഖിൽ പറയുന്നു. തനിക്കെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും ഒത്തുചേർന്ന് ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നാണ് അഖിൽ മാരാർ ആരോപിക്കുന്നത്. മാധ്യമങ്ങൾ വായനക്കാരെയും പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. തൃക്കാക്കരയിലെ സാധാരണക്കാരായ വോട്ടർമാരോട് ചോദിക്കുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികളുടെ ലോക്കൽ സെക്രട്ടറിമാരോട് പോയി അഖിൽ മാരാർ ജയിക്കുമോ എന്ന് ചോദിക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. ചില ഒറ്റപ്പെട്ട ദാരിദ്ര്യത്തിന്റെ ചിത്രങ്ങൾ കാണിച്ച് ഇതാണ് കേരളം എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കുന്നത് തെറ്റായ പ്രവണതയാണ്. കേരളത്തിന്റെ യഥാർത്ഥ മുഖം അതല്ല. വികസനത്തിന്റെ കാര്യത്തിൽ മാതൃകയാക്കേണ്ട കേരളം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രമായി മാറുകയാണെന്നും അതിനെതിരായാണ് തന്റെ പോരാട്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. തൃക്കാക്കരയിലെ വോട്ടർമാർ അഖിൽ മാരാറെ എങ്ങനെ സ്വീകരിക്കുന്നുവെന്നതും നിർണായകമാണ്. അദ്ദേഹത്തിന്റെ ഗുണങ്ങളും വെല്ലുവിളികളും നിരവധിയാണ്. ഏത് ചോദ്യത്തിനും കൃത്യമായി മറുപടി നൽകാനുള്ള കഴിവ്, ജനപ്രീതി, വികസനത്തെ ചൊല്ലിയുള്ള വ്യക്തമായ കാഴ്ചപ്പാട്. അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധ ആക്ഷേപങ്ങൾ, പരമ്പരാഗത മുന്നണികളുടെ കരുത്തുറ്റ വോട്ട് ബാങ്ക്, ദിലീപ് കേസിലെ നിലപാടുകൾ സൃഷ്ടിച്ച വിവാദങ്ങൾ. ജയിച്ചാൽ നിയമസഭയിൽ ജനങ്ങളുടെ ശബ്ദമായി ഇരിക്കുമെന്നും തോറ്റാൽ പഴയതുപോലെ സിനിമയും മറ്റു പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അഖിൽ പക്വതയോടെ പറയുന്നു. തോൽവി അദ്ദേഹം ഭയപ്പെടുന്നില്ല, മറിച്ച് ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുക എന്നതാണ് തന്റെ പ്രാഥമിക ലക്ഷ്യമെന്നും അദ്ദേഹം കരുതുന്നു. അഖിൽ മാരാർ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെയും കേവലം വിവാദങ്ങളിലൂടെ മാത്രം അളക്കാൻ കഴിയില്ല. ശക്തമായ പിണറായി വിരുദ്ധ രാഷ്ട്രീയവും വികസന മോഹങ്ങളും മുറുകെ പിടിക്കുന്ന അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ മാറ്റത്തിന്റെ ശബ്ദമായാണ് സ്വയം അടയാളപ്പെടുത്തുന്നത്. ദിലീപ് വിഷയത്തിലായാലും സമുദായ സൗഹൃദ വിഷയത്തിലായാലും തന്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറല്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തുതന്നെ ആയാലും കേരളത്തിലെ രാഷ്ട്രീയ സംവാദങ്ങളിൽ അഖിൽ മാരാർ എന്ന പേര് ഇനിയും സജീവമായി തന്നെ ഉണ്ടാകും. അഴിമതിയില്ലാത്തൊരു ഭരണം എന്ന 2020 സന്ദേശം വോട്ടർമാർക്കിടയിൽ എത്രത്തോളം ചലനം ഉണ്ടാക്കിയെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വ്യാജ വാർത്തകളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും ഒരാളെ തളർത്താൻ കഴിയില്ലെന്ന ബോധ്യമാണ് അഖിലിന്റെ ഓരോ വാക്കിലും പ്രതിഫലിക്കുന്നത്.